സാംസങ്ങിൻ്റെ F12 എന്ന ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇയർഫോൺ വരുന്നത് സാംസങ് M12ൻ്റെ അതേ സ്പെസിഫിക്കേഷൻ ബേസിലുള്ള ഒരു ഫോൺ തന്നെയാണ്. പ്രൈസും സെയിം തന്നെയാണ്. പക്ഷേ ഇയർഫോൺ M12 ഉള്ളപ്പോൾ F12 എന്ന ഫോൺ ഇറക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഈ വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട്. വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലോട്ട്. ആദ്യം ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൂടി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ഒന്നുമല്ല, HD+ ഡിസ്പ്ലേയും IPS ആയിട്ടുള്ള ഒരു 90 ഹെർട്സ് റിഫ്രഷ് റേറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 270 പിക്സൽ പെർ ഇഞ്ചിൻ്റെ ഡെൻസിറ്റി ബോഡിക്ക് കൊടുത്തിട്ടുണ്ട്. കോണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും ഫോണിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 221 ഗ്രാമോട് കൂടി 9.7 mm തിക്നെസ്സോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഓവറോൾ ഒരു ബോഡി ഡിസ്പ്ലേ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു സഫീഷ്യൻ്റ് ആയ ഡിസ്പ്ലേ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു ഫോൺ സഫീഷ്യൻ്റ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സ്പെസിഫിക്കേഷൻ ബേസിലുള്ള ഒരു ഫോൺ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വലിയൊരു റേറ്റിംഗ് ഒന്നും ഈ ഫോണിന് വരില്ല. പക്ഷേ ഇത് ഇവർ ഇറക്കിയത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും രണ്ടിലും ഇവരുടെ സാംസങ് ഫോൺ സെയിൽ ചെയ്യാൻ വേണ്ടിയായിരിക്കും F12 എന്ന ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഒരു ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വെയിറ്റ് അല്പം കൂടുതലാണ്. അല്പം എന്ന് പറഞ്ഞാൽ 200 ഗ്രാമിന് മുകളിൽ ഇതിൻ്റെ വെയിറ്റ് പോകുന്നുണ്ട്. അത്രത്തോളം ഒരു 10,000 രൂപയുടെ ഫോൺ 200 ഗ്രാമിന് മുകളിൽ വെയിറ്റ് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊരു സഫീഷ്യൻ്റായ കാര്യമൊന്നുമല്ല. കാരണം അത്രത്തോളം വെയിറ്റൊന്നും അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക്കേഷനാണ് ഡിസ്പ്ലേയുടെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ Exynos 850 എന്നൊരു 8nm പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഒക്ടാകോർ പ്രോസസ്സറാണ്. മാലി G52 എന്നൊരു ചിപ്സെറ്റ് GPU ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് 11 വരുന്നുണ്ട്. One UI 3.1 ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ സൈഡിൽ വലിയൊരു ഇതൊന്നും പറയാനില്ല. ഒരു നോർമൽ ചെറിയൊരു പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. M12ൽ അതേ ഉള്ള ഒരു സ്പെസിഫിക്കേഷനാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. വലിയൊരു പെർഫോമൻസും ഇതിലൊന്നും പ്രതീക്ഷിക്കരുത്. സാധാ ഒരു നോർമൽ യൂസ് അത്രയേ ഉള്ളൂ. വലിയൊരു പെർഫോമൻസ് ഒന്നും ഇതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലുള്ള സ്പെസിഫിക്കേഷനുകൾ. ഇനി ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ 48 മെഗാ ഒരു f2.0 വരുന്ന ഒരു വൈഡ് ആംഗിളും 5 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമായിട്ടുള്ള ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ വൈഡ് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ക്യാമറയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു തരക്കേടില്ലാത്തൊരു ക്യാമറ സെറ്റപ്പാണ്. 48 മെഗാ പിക്സലിൻ്റെ കോഡ് ക്യാമറ സെറ്റപ്പും ഒരു 8 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സഫീഷ്യൻ്റ് ആയ ഒരു ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് ക്യാമറ ബേസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നാൽ 6000 mAh ഒരു ബാറ്ററിയും 50 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഒരു മികച്ചൊരു ബാറ്ററിയും ചെറിയൊരു ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ ഭാഗത്ത് സഫീഷ്യൻ്റ് ആണ്. യാതൊരുവിധ ഇഷ്യൂസും ബാറ്ററിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. ഇനി ഇതിൻ്റെ ചാർജ് ചെയ്യാൻ വേണ്ടി USB Type-C പോർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ അവൈലബിൾ ആണ്. അതായത് ഫോണിൻ്റെ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 2 സ്റ്റോറേജ് വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട്. 4GB 64GB 4GB 128GB എന്ന ഒരേ റാമും 2 സ്റ്റോറേജ് മാറ്റമായിട്ടുള്ള 2 വേരിയൻ്റാണ് ലഭിക്കുന്നത്. eMMC 5.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. ഇതിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇത് 3 കളർ വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. സീ ഗ്രീൻ, സ്കൈ ബ്ലൂ, കലസ്റ്റിയൽ ബ്ലാക്ക് എന്നീ 3 കളർ വേരിയൻറ്റിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 4GB 64GB എന്ന വേരിയൻറ്റിൻ്റെ വില വരുന്നത് 10,999 രൂപയും 4GB 128GB എന്നൊരു വേരിയൻറ്റിൻ്റെ വില വരുന്നത് 11,999 രൂപയുമാണ്. അപ്പോൾ ഇത് M12ൻ്റെ അതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബേസിക്കലി സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലോഞ്ച് അതായത് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 12-നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രധാന സവിശേഷതകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തും ഷെയർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.